ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ എല്ലാവർക്കും ഈദ് മുബാറക്. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ ഞാനും എൻ്റെ ഇക്കായും ഉമ്മച്ചിയും ഫൈസാനും നേരെ ട്രാങ്കുള്ളു മാളിൽ കയറിയേ. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, നേരെ അകത്തോട്ട് കയറി. പാർക്ക് ചെയ്യാൻ പോവുകയാണ്, പക്ഷേ ബില്ലടിക്കുന്നു. അങ്ങനെ അകത്തോട്ട് കയറിയപ്പോൾ സൂര്യ ടിവിയിലെ പ്രോഗ്രാം നടക്കുകയാണ്. അവിടെ ഇനിയുള്ള ആൾക്കാരും സിബിനും ആരൊക്കെയായിരിക്കും. കുറച്ചു നേരം കണ്ടിട്ട് നമ്മൾ നേരെ ലുലുവിലേക്ക് പോയി. അങ്ങനെ ലുലു എത്തി. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ പാർക്ക് ചെയ്തത്. നമ്മൾ ഇവിടെ നിന്ന് കണ്ട വ്യൂ ആണ് ഇത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശംഖുമുഖവും വെട്ടുകാട് പള്ളിയും നാം കാണുന്നുണ്ട്. ഫോണിൽ നല്ലപോലെ കാണുന്നില്ല, എനിക്ക് നല്ല കാണുന്നുണ്ട്. നല്ല കുറച്ചു നേരം അവിടെ കണ്ട് നിന്നു. ഇവിടെ ഒന്ന് നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഈ വഴി സമയമായിക്കൊണ്ട് നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കാഴ്ചയിലൊക്കെ കണ്ടിട്ട് നമ്മൾ അകത്തോട്ട് പോവുകയാണ്. കണ്ടില്ലേ ഗൈസ്, നമ്മൾ ലിഫ്റ്റ് കാത്തു നിന്നപ്പോൾ ലിഫ്റ്റ് കിട്ടിയില്ല. അങ്ങനെ കുറേ പടികളൊക്കെ കയറി ഇറങ്ങി. ഫൈസാനെ ഇക്ക എടുത്തു. ഞാൻ അങ്ങനെ കൈ വീശി നടക്കണം. അങ്ങനെ കുറേ നടന്ന് മാളത്തി. ഞാൻ കണ്ടില്ലേ നോക്കണത്. അങ്ങനെ അകത്തോട്ട് കയറി. ലിഫ്റ്റ് കിട്ടാതെ വേറെയും ആൾക്കാർ നമ്മളോടെ നടന്നു വന്നു. അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി. നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് നോക്കുകയാണ്. അങ്ങനെ പ്രയാസം കയറിയപ്പോൾ ഒരാൾ ഇങ്ങനെ കറങ്ങി ചുറ്റി പോവേണു. ഇതാണിക്ക് കാണിച്ചു കൊടുത്തു. ഈദ് ഫുഡ് എന്നും പറഞ്ഞ് കാണി വരുമ്പോൾ അവിടെ അങ്ങനെ ബോർഡ് വെച്ചിരുന്നു. ഫുൾ കോട്ടത്തിൽ എത്തിയപ്പോൾ ഒരാൾ ബൊമ്പയും വെച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരുന്നു. അത് പാട്ട് കേൾക്കുമ്പോൾ അത് ഡാൻസ് കളിക്കണം. എനിക്കതൊന്ന് ഷേക്കൻ തരുന്നു. കണ്ടില്ലേ? അങ്ങനെ ഞാനും എൻ്റെ ഇക്കായും നമസ്കരിക്കാനായിട്ട് പോയി. ഉമ്മച്ചിയും ഫൈസാനും അവിടെ ഒറ്റയ്ക്ക് നിൽക്കണമായിരുന്നു. നടക്കാൻ വിട്ടപ്പോൾ ഇതാണ് കളി. അവിടെ ചാരി ഇവിടെ ചാരി, ഇങ്ങനെയാണ് അവൻ്റെ കളി. ഓടുന്നു ചാടുന്നു, അവൻ്റെ കളി. പിന്നെ നേരെ ഫൺട്രോളിലേക്ക്. അവിടെ വന്നപ്പോൾ അവിടെ ഒരു കാഴ്ച കണ്ടു. ഒരു ഒട്ടകത്തിൻ്റെ ഒരു പ്രതിമയുണ്ട്. അത് ഫൈസാനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഫൈസ അതിൻ്റെ അടുത്തു പോ ചവിട്ടും എന്നൊക്കെ പറയണു. ഒട്ടകത്തിനെ നോക്കണമെന്നുണ്ടെങ്കിലും സ്ഥലത്തെ മുഴുവനും ഓരോ കുട്ടികൾ കളിക്കുന്നത് ഗെയിമിലാണ്. കണ്ടോ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ ഒട്ടകം. അങ്ങനെ അകത്തോട്ട് കയറിയപ്പോൾ ഒരു കുട്ടി JCB കളിക്കണം. JCB നിന്ന് കോരി ബോൾ എടുക്കണം ഗെയിമാണ്. അങ്ങനെ ബോള് കൈ എട്ടിയെടുക്കാൻ നോക്കണം ഫൈസാൻ. അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് ഇറങ്ങി. രാത്രിയും ഇവിടെ നിന്ന് ബാലോട്ട് നോക്കുമ്പോൾ ഒരു ഭംഗിയാണ്. ഫ്ലാറ്റുകളുടെ ലൈറ്റും എല്ലാം കാണുമ്പോൾ നമുക്കൊരു ഭംഗി. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇതാണ് അവസ്ഥ. ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഭയങ്കര തിരക്കാണ്, ഭയങ്കര കട്ട ബ്ലോക്കാണ്. ബ്ലോക്കിലൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ ബ്ലോക്ക് പിന്നെ വീണ്ടും ചെന്ന് പെട്ടു.
കുറേ പാട്ടുകളൊക്കെ കേട്ടു. അങ്ങോട്ട് പോകണമെന്ന് ആലോചിച്ചു. അങ്ങനെ ഐസ്ക്രീമും കുടിച്ചിട്ട് നേരെ വീട്ടിൽ പോവാം. അങ്ങനെ ഇതോ വീണ്ടും അടുത്ത ബ്ലോക്ക്. നമ്മളെന്തോ എല്ലായിടത്തും നിൽക്കണുണ്ട് ബ്ലോക്കിലൊക്കെ. ഐസ്ക്രീം കടയിലെത്തി. എല്ലാവരും ഒരു ഐസ്ക്രീം കുടിച്ചു. ഫൈസാനിക്കും കൊടുത്തു. നേരെ വീട്ടിലേക്ക്.